ബിഗ് ബോസിൽ ഇന്നലത്തെ ഒരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു. അനീഷ് വേഴ്സസ് ആദില. ആദില സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അൾട്രാ ഹെയ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനും ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള എപ്പിസോഡും ലൈവ് അങ്ങനെ കണ്ടിന്യൂസ്ലി എനിക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ കാണുന്ന പോർഷൻസിലൊക്കെ നമുക്ക് കാണുന്നതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ട് എന്താണ് ഈ ആദില ഇങ്ങനെ ചെയ്യുന്നത്, ആദിലേൻ്റെ ഒരു അവസ്ഥ എന്തുകൊണ്ട് ആദിലേക്ക് ഇങ്ങനെ പറ്റുന്നു എന്നുള്ളത് ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോഴാണ് തലയിൽ കൂടി ഒരു കാര്യം ഓടിയത്. ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഒരു കോംബോ എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഏറ്റവും കൂടുതൽ കോണ്ടൻറ്റുകൾക്കുള്ളിൽ വന്നിട്ടുള്ളത് ആദിലയാണ്. ആദില നോറ ഓബിയസ്ലി ആ രണ്ട് പേരെ ഫോക്കസ് ചെയ്തിട്ട് എപ്പോഴും ഒരു കോണ്ടൻറ് ലൈൻ റൺ ചെയ്യുന്നുണ്ട്. ആദില ഉണ്ട് അതിനകത്ത്. ആദില അനുമോൾ എഗെയിൻ ഒരു കോണ്ടൻറ്റിലെ ലൈൻ റൺ ചെയ്യുന്നത് ആദിലയും അനുമോളും പോകുമ്പോൾ അതിനകത്തും ആദില കിടക്കുന്നുണ്ട്. ആദില ഷാനവാസ് നൂറ അതിനകത്തും ആദിലുണ്ട്. ആദില ആൻഡ് അനീഷ് അവിടെ ആദിലുണ്ട്. സോ മേജർ ആ വീട്ടിനകത്ത് പോകുന്ന കോണ്ടൻറ് ലൈനകത്തൊക്കെ ആദില കിടക്കുന്നുണ്ട്. സോ ഇതിൻ്റെ മേക്കേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ എപ്പിസോഡ് മേക്കേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ എല്ലാ കട്ട്സ് വരുന്നതിലും ഒക്കെ ആദിലേക്കൊരു മേജർ പങ്കുണ്ട്, ഒരു മേജർ പോർഷൻ ആദിലേക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദില ചെയ്യുന്ന പേഴ്സ്പെക്റ്റീവ്സ് പല രീതിയിലും ആളുകളിലേക്ക് എത്തുന്നതും ആദില എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇത്രത്തോളം ഹെയ്റ്റ് കയറുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. ആൻഡ് ഇന്നത്തെ ഇൻസിഡൻറ്റ്, ആ പ്രമോയിൽ നടന്ന ഇന്നത്തെ ഇൻസിഡൻറ്റ് ഞാൻ ലൈവിൽ കണ്ട ഒരാളാണ്. ആ ലൈവ് കണ്ട ഏതൊരു വ്യക്തിയും പറയുന്ന ഒറ്റ കാര്യം ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഈ അനീഷ് അടിമകൾ എന്ത് പറയുന്നു എനിക്കറിയില്ല, അല്ലാതെ ആ ലൈവ് കണ്ടവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അനീഷ് ചൊറിഞ്ഞ് 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 വേടിച്ചതാണ് ഇന്ന് ആദിലേൻ്റെ ചെയ്യുന്നത്. അനീഷിൻ്റെ ചൊറി നമുക്കറിയാം. ഫ്രം ദ ഡേ 1 BB7 ഡേ 1 മുതൽ അനീഷിൻ്റെ ചൊറി എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ ഒരു 1.5 ആഴ്ചയായിട്ട് ഷാനവാസ് തീർത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് വലയത്തിനകത്ത്, അത് ലാലേട്ടൻ വന്ന് മനസ്സ് ഓപ്പണാക്കി ഫ്രണ്ട്സിനെടുത്തോ മോനെ എന്ന് പറഞ്ഞപ്പോൾ ഈ ചങ്ങായി എന്ത് ചെയ്ത് എല്ലാം ഓപ്പണാക്കി വെച്ച് ഫ്രണ്ട്സിനെടുത്ത് കയറ്റാന്നുള്ള രീതിക്ക് വന്നു. ഷാനവാസിനെ പിടിച്ച് ഉള്ളിൽ കയറ്റി. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഷാനവാസ് അത് കൃത്യമായി മുതലെടുത്തു. ഒരു 1.5 ആഴ്ചയായിട്ട് ഷാനവാസിൻ്റെ ഫ്രണ്ട്ഷിപ്പ് കോമ്പോൻ്റെ അകത്ത് അനീഷിൻ്റെ കോണ്ടൻറ്റുകൾ മുങ്ങിപ്പോയതായിരുന്നു. ബോട്ടിൽ ടാസ്ക് വന്നപ്പോഴത്തേക്ക് വീണ്ടും അനീഷ് ഓണായി. പിന്നെ ആ വീടിനകത്ത് ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പല കണ്ടസ്റ്റൻസിനായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതിൽ കയറിയ ചലഞ്ചേഴ്സ്, ഗസ്റ്റ്, ഹോട്ടൽ ടാസ്കിന് കയറിയ ഗസ്റ്റുകളായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഒറ്റ വാക്കിൽ പറയുന്നൊരു കാര്യമാണ്, അനീഷ് ഈസ് ഗുഡ്, ഈസ് ഓക്കെ, നല്ല കോണ്ടൻറ് മേക്കറാണ്, നല്ല കണ്ടസ്റ്റൻ്റാണ്, പക്ഷേ അൾട്രാ പ്രോമാക്സ് സ്റ്റോറിയാണ് മക്കളെ. ഒരു 10 മിനിറ്റ് പോലും അനീഷിനെ സഹിക്കാൻ നമുക്ക് പാടുപെടും, അത്രയും ചൊറിയാണെന്നുള്ളത്. അപ്പോൾ ഇതിലെല്ലാ കണ്ടസ്റ്റും ഒരുപോലെ ആവണമെന്നില്ല അല്ലേ, എല്ലാ കണ്ടസ്റ്റൻസും ഒരുപോലെ ആവണമെന്നില്ല. അതിലേക്ക് ആ ചൊറി സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇന്നത്തെ സിറ്റുവേഷൻ ലൈവിൽ അതാണ് ഉണ്ടായേ. ജിഷിൻ കഴുകി വെച്ച് പോയ പാത്രങ്ങൾ അതിലെ കഴുകാന്ന് പറഞ്ഞു. അനീഷ് ക്യാപ്റ്റനാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനീഷ് അടിമകൾക്ക് ക്യാപ്റ്റൻ്റെ പണി ചെയ്യണ്ടേ, ക്യാപ്റ്റൻ അങ്ങനെയല്ലേ പറയുന്നൊക്കെ നിങ്ങൾക്ക് വാദിക്കാം. പക്ഷേ ഈ അനീഷ് ചെയ്യുന്ന ഈ റിപ്പീറ്റ് ചെയ്ത് ഒരാളെ വന്ന് ചെയ്യ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അരമണിക്കൂർ 3/4 മണിക്കൂർ നിന്ന് ഒരാളോട് പറഞ്ഞാൽ അയാൾ ഇറിറ്റേറ്റഡ് ആവില്ലേ? റിയൽ ലൈഫിലാണെങ്കിൽ ആരെങ്കിലും പൊട്ടിച്ചിട്ട് വരെ പോവും. അത്ര ഇറിറ്റേഷനാണ് ഈ ചങ്ങായി ചെയ്യുന്നിട്ടുള്ളത്, മനസ്സിലായോ? ഇതന്നെയാണ് ഇയാൾ എല്ലായിടത്തും ചെയ്യുന്നത്. അയാൾ ഇറിറ്റേറ്റഡ് ആകുമ്പോൾ അയാൾ എല്ലാം അടിച്ചു പൊട്ടിക്കുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അയാൾ ബാക്കിയുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അവരിങ്ങനെ റിയാക്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും എന്താ പറയുക, എന്ത് കുറ്റം പറയാനാണ്? അല്ലെങ്കിൽ പിന്നെ ഷാനവാസ് അനീഷിനെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇന്നത്തെ ആ ഒരു ടോപ്പിക്കിൻ്റെ മുകളിലാണ്. നമുക്ക് ഗോയിങ് ടു ദ എപ്പിസോഡ് ഇതിൻ്റെ ക്ലിയർ കട്ട് വേർഷൻസ് നമുക്ക് കാണാൻ പറ്റും. ബട്ട് ഇന്ന് ലൈവിലുണ്ടായ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദിലയുടെ കൂടെ ഇന്ന് ജോലി ചെയ്യേണ്ട ജിഷിൻ ചെയ്തിട്ട് എത്ര സമയമായി? എന്നിട്ട് ആദിലേക്ക് എന്താ ചെയ്യാൻ പറ്റാത്ത? അതാണ് എന്റെ ചോദ്യം. എന്നിട്ട് എന്താണ് ആദിലേക്ക് പറ്റാത്തത്? ഇയാൾക്ക് എന്താ, ഇയാളുടെ അസുഖം എന്താണ്? ബിഗ് ബോസ് ഒന്ന് ഇയാളെ മെഡിക്കൽ റൂമിൽ വിളിക്കണം. ഭയങ്കര എമർജൻസിയാണ്, അത്യാസന്ന നിലയിലാണ് നിലപാടുകളും വായിന്ന് വരുന്ന സാധനങ്ങളും വരുന്നത്. ഭയങ്കര ചൊറിച്ചിലാണ് ബിഗ് ബോസ്. തലങ്ങും വിലങ്ങും കറിഞ്ഞു ചൊറിയാണ്, എന്നിട്ട് ഒരു കുറവുമില്ല. ഒന്ന് ഇയാളെ വിളിച്ചൊന്ന് ചൊറിച്ചിലൊന്ന് മാറ്റി കൊടുക്കണേ. ഒരു പെയിൻ കില്ലർ ഉണ്ട്, വേണോ? അതിലേക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ ചോദ്യം. അതിലേക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ മാറി നിൽക്കാം. അതിൽ പൊക്കോ. ഇയാൾ എവിടെ നിന്നാലും എനിക്കൊരു ചുക്കുമില്ല. ഓക്കെ, ഇതാണ് നിന്റെ ഒരു തുടക്കം, ഈ ചൊറിയുടെ ഒരു തുടക്കം വരുന്നത്. ഇതിലിവിടെ പറയുന്നുണ്ട്
ഈ ജിഷിൻ കഴുകി വെച്ച് പോയതിൻ്റെ ബാക്കി കഴുകാന്ന് ആദില പറഞ്ഞിട്ടുണ്ട്. എവിടെയും കഴുകില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈവൻ ജിഷിൻ ആണെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആക്ച്വലി എന്താ നടന്നേന്നുള്ളത്. എന്തായിരുന്നു കാരണം ഞാൻ പകുതിയിലധികം കഴുകി കഴിഞ്ഞ് ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞു അതിൽ ഞാൻ കഴിക്കില്ല. ആട്ടോ ഞാൻ ഇപ്പോൾ കഴുകിക്കോളാം എന്ന് പറഞ്ഞാൽ അവളവിടെ എന്തൊക്കെ പോയായിരുന്നു. ഇപ്പോൾ കഴിക്കും അതിലെ ആ പാത്രം കഴുകും, അതിലെ ഇപ്പം തന്നെ പോയി പാത്രം കഴുകും. ഞാൻ കൈക്കോളാം, നിങ്ങൾ പൊക്കോ. ഇല്ല, ഇവൻ നിന്ന നിപ്പ 1 മണിക്കൂറോളം നിന്ന് വേർപ്പിച്ചിട്ട് അതന്നെ അവൻ കയറിക്കാൻ വരുന്നത്. വെറുപ്പിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞെങ്കിൽ മാറി പോയേ ക്യാപ്റ്റൻ പറഞ്ഞു. ഓക്കെ, ഞാൻ ചെയ്തോളാം കേട്ടോ. ഷാനവാസ് പണിയെടുക്ക്, ഷാനവാസ് അടുക്കളയിൽ പണിയെടുക്ക്. ഷാനവാസ് ഉച്ചക്ക് ചോറിനെന്താണ്? ഷാനവാസ് വണ്ടി വിട്ടോ, ഷാനവാസ് പണിയെടുക്ക്. ഷാനവാസ് എന്താ പണിയെടുക്കാത്തത്? ഷാനസ്കന്റെ കൂടെ ഒന്ന് പണിയെടുക്കൂ. ഇതാണോ ഇതാണോന്ന് പറയുന്നത്? ഷാനസ്കന്റെ കൂടെ വാ. ഷാനസ്കൻ പറയുന്നത് ഷാനസ്കന്റെ കൂടെ വാ, ഷാനസ്കന്റെ കൂടെ വാ. ഇതിലും നന്നായിട്ട് ഈ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ജിഷിനോട് അഭി ചോദിച്ച സമയത്ത് ജിഷിൻ കൃത്യമായി പറയുന്നുണ്ട് ഇതേ രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്തതാണ്. പകുതി പണി അടുത്ത പണി അതിലെടുക്കാതെ പറഞ്ഞ സമയത്തും അത് വിടാതെ ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞ് അവിടെ പോയി നിന്ന് അത് ഇറിറ്റേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരാളെ കയ്യിൽ നിന്ന് ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും പോകും. ഇപ്പം നമ്മൾ കഴിഞ്ഞ സീസണിൽ അനുഭവിച്ചൊരവസ്ഥ ഉണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടില്ല. ഈ ജിൻഡോ എന്ന് പറഞ്ഞ ആളെ കൊണ്ട് നമുക്കുണ്ടാവുന്ന ഒരു വെറുപ്പിക്കുന്നൊരവസ്ഥ, വെറുപ്പിച്ച് കയ്യിൽ തരും. അപ്പോൾ നമ്മൾ പ്രൊവോക്ഡ് ആവും. ഇത് കഴിഞ്ഞ സീസണിൽ ഇതേ ഒരു ഐറ്റമാണ് ജാസ്മിൻ ജിൻഡോ തമ്മിലുണ്ടായതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജിൻഡോയ്ക്ക് മനസ്സിലായി ജാസ്മിൻ ഈസ് ഗെറ്റിംഗ് പ്രൊവോക്ഡ്. അപ്പോൾ ചുമ്മാ പോയിട്ട് ജാസ്മിനെ പ്രൊവോക്ക് ചെയ്യും. ജാസ്മിൻ ജിൻഡോനെ കയറിയിട്ട് എടാ താൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വയലന്റ് ഫേസിലേക്ക് പോകും. ഇപ്പോൾ ഈ ആദില പോണ പോലെ. അതോടുകൂടി ജിൻഡോയ്ക്ക് ഒരു മാസീവ് ഫാൻ ഫോളോയിങ്ങും ജാസ്മിൻ്റെ ഒരു ഭയങ്കര വെറുപ്പിൻ്റെ ലൈനും പോകും. ആ വീട്ടിനകത്തുള്ള ഓരോരുത്തർക്കും നമുക്കറിയായിരുന്നു ഇയാളുടെ വെറുപ്പിക്കൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇയാളങ്ങോട്ട് നമ്മളെ വെറുപ്പിച്ചു. അത് ഈ ഒരു അനീഷിൻ്റെ ഫേസിലുള്ള വെറുപ്പിക്കലല്ല, ഇത് മറ്റേത് വേറെ ലെവൽ വെറുപ്പിക്കലാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ ആ വീടിനകത്ത് നടക്കുന്നത്. പല പെർസ്പെക്റ്റീവ്സും നമ്മളുടെ അടുത്ത് എത്താത്തത് കൊണ്ടും നമ്മൾ കാണാത്തത് കൊണ്ടും നമ്മൾ വിചാരിക്കും ഈ ആദിലയ്ക്ക് മാത്രമല്ല ആ വീടിനകത്തുള്ള എല്ലാവർക്കും അനീഷിൻ്റെ ഈ ചൊറിയോട് ഭയങ്കരമായ എതിർപ്പുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പല ആളുകളും പുറത്തിറങ്ങിയവരടക്കം ചിലർ പറയാതിരിക്കുന്നത് ഇയാളുടെ ഈ മാസീവ് ഫാൻ ഫോളോയിങ് അല്ലെങ്കിൽ ഇയാളുടെ PR അറ്റാക്കുകൾ കണ്ടിട്ടാണ് ഈ അനീഷിൻ്റെ ടീമിൻ്റെ. ചിലർ വീഡിയോയിൽ ഇത് തുറന്ന് പറയാത്തത് വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് മൊത്തം നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടുകൊണ്ട് അനീഷിൻ്റെ അടിമകൾ വന്ന് തൂറി മെഴുകും. നല്ലത് ചെയ്യുന്ന സമയത്ത് നല്ലത് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ രീതിയിലുള്ള ചൊറി പൊട്ടിച്ചതിന് ശേഷം ഇപ്പം ഞാൻ ആദില നല്ലതെന്നല്ല പറയുന്നത്. ആദില ചെയ്യുന്ന കാര്യങ്ങളും ആദില ചെയ്തിട്ടുള്ള കാര്യങ്ങളിലും പല കാര്യങ്ങളിലും പ്രശ്നങ്ങളുണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ ആ പ്രൊവോക്കേഷൻ പോയിന്റ് എവിടെയാണ് വരുന്നത്? ആരാണ് പ്രൊവോക്ക് ചെയ്യുന്നത്? ആരാണ് ഈ ചൊറി മേടിച്ചു കൂട്ടുന്നത്? ഇന്നത്തെ വിഷയത്തിനകത്ത് കൃത്യമായിട്ട് ലൈവ് കണ്ടവർക്കറിയാം കംപ്ലീറ്റ്ലി അനീഷ് ചോദിച്ചു വാങ്ങും. കാരണം അത് അനീഷിൻ്റെ ഗെയിമാണ്. അനീഷിനെ ഒറ്റപ്പെടുത്തണം എല്ലാവരും കൂടി. ആദില അനീഷിനെതിരെ പോകുമ്പോൾ അനീഷ് ഇങ്ങനെ നിൽക്കും, ഒന്നും മിണ്ടാത്ത പോലെ. അതെന്ത് ഇപ്പോൾ ഇന്നലെ ആ ടാസ്ക് നടന്ന സമയത്ത് അനുമോൾ അവിടെ അനീഷിൻ്റെ ബോട്ടിലുകൾ റിജക്റ്റ് ചെയ്ത സമയത്ത് ഈ നൃത്തം എത്രയോ നിന്ന് സഹിച്ച് നമ്മൾ തന്നെ ഫസ്റ്റ് ആദ്യത്തെ എപ്പിസോഡ് കണ്ട സമയത്ത് ഫസ്റ്റ് ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ ഈ പാവ എത്രത്തോളം സഹിച്ചു എന്നൊക്കെ. അപ്പോൾ ആ ഒരു ഇമോഷണൽ ലൈന് കിട്ടാനുള്ള സകല പരിപാടിയും നോക്കി, പിന്നെ കയ്യിൽ നിന്ന് പോയി. അതായത് ഇനി അനുമോൾ അത് വിട്ടു കൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തനി സ്വഭാവം പുറത്തിയാടി, മനസ്സിലായി? ആ അറഗൻസ് പുറത്തിയാടി, ആ നാർസിസ് മെൻറ്റാലിറ്റി പുറത്തിയാടി. പിന്നെ വയലൻസിലേക്കാണ് ഇയാൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ആദിലേൻ്റെ അടുത്തും ഈ പറഞ്ഞ പോലെ ആദില പ്രൊവോക്ഡ് ആവുന്നു, ഒറ്റയ്ക്ക് നിർത്തിയിട്ട് തൻ്റെ ദേഹത്ത് വെള്ളം ഒഴിക്കുന്നു, ചീത്ത പറയുന്നു, ഇത് ബാക്കിയുള്ളവർ കാണുന്നു, അല്ലെങ്കിൽ പുറത്ത് ജനങ്ങൾ കണ്ടാൽ മതി എന്നുള്ളതാണ് അനീഷിൻ്റെ ഗെയിം. ഇതിനകത്ത് അത് അനീഷ് സക്സസ്ഫുള്ളാണ്. പക്ഷെ ഈ ഒരു വിഷയത്തിനകത്ത് ആദിലനെ കംപ്ലീറ്റ്ലി ഞാൻ ഒരിക്കലും ആദിലനെ നമുക്കത് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലെത്തുന്നത് ഇങ്ങനെ ചൊറി മൂത്ത് ചൊറിഞ്ഞിട്ടാണ്, മനസ്സിലായില്ലേ? ചൊറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വീട്ടുകാരനെ പോയിട്ട് പറയുന്നുണ്ട് അനീഷിനോടത്. കൈ കഴുകും അനീഷേട്ടാ, ഒരു ചായ എടുക്കട്ടെ, കഞ്ഞി എടുക്കട്ടെ. സത്യം വാതില ഞാൻ ചെയ്യൂല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. ആവശ്യമില്ല. ഓക്കെ, ഞാൻ കുറച്ച് ഗ്ലാസ്
ആ വീട്ടിലുള്ള എല്ലാവരും ഈവൻ ആദിലേൻ്റെ ഒപ്പം ഇരുന്ന സമയത്ത് ലക്ഷ്മി അടക്കം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു മനുഷ്യനെ വിളിക്കുമ്പോൾ അതിനൊരു മാന്യത വേണ്ടേ, അല്ലെങ്കിൽ അതിനൊരു ലൈൻ ഓഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യണ്ടേ, അതൊക്കെ പോട്ടെ. ഒരാളെ ഒരു 1-2 വട്ടം വിളിച്ചിട്ട് വിടണ്ടേ? അതിന് പകരം അയാളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സത്യത്തിൽ അയാളെ ബുള്ളി ചെയ്യുന്ന പോലെയാണ് അല്ലേ? ഞാൻ കണ്ടത് ഇപ്പം അങ്ങനെയാണ്. ലിറ്ററലി അനീഷ് പോയിട്ട് ബുള്ളി ചെയ്യുക, അവിടെ നിന്നിട്ട് ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, വാ 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 വാ. എന്ത് കാര്യം? ബിഗ് ബോസിനോട് പോയി കംപ്ലൈൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആലേട്ടം വരുമ്പോൾ പറയാം ആദിലെ പണിയെടുത്തില്ല. സിമ്പിൾ പരിപാടി, ആദിലെ പണിയെടുത്തില്ല. എത്രയോ സുഖമായിട്ട് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു അലിഗേഷൻ ആദിലേൻ്റെ തലയിലിടാം. ഇത് അതിനൊന്നും നിൽക്കാതെ ഇതിങ്ങനെ പറഞ്ഞ് അപ്പം എന്താ, ആദിലേനെ ചൊറിഞ്ഞ ആദിലെ പ്രൊവോക്ഡ് ആവും, ആദിൽ ഇയാൾക്കെതിരെ വരും. വന്നു കഴിഞ്ഞാൽ അതൊരു കോണ്ടൻ്റായി, ഒറ്റപ്പെടൽ സാധനം വരും, ആദിലെ നെഗ്ഗാവും. വെറുതെ അല്ല അനീഷ് 4-5 വർഷം ബിഗ് ബോസ് കണ്ടുപഠിച്ചിട്ടുള്ളത്. അനീഷിന് ഈ പരിപാടി അറിയാം, ഈ ഫോർമുല വർക്കൗട്ട് ആക്കി വെച്ച് വന്നതാണ് അനീഷ്. അത് ആരിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് മാത്രമാണ് അനീഷ് നോക്കിയിരുന്നത്. കൃത്യമായിട്ട് അത് അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിലതിൽ വീഴുന്നുള്ളത് മനസ്സിലാക്കി. ആ വീട്ടിൽ ഞാൻ പറഞ്ഞു, ആര് ഈ ഒരു സ്കീം പിടിച്ചില്ലെങ്കിലും അതിലത് പിടിക്കും. അതിലേക്ക് ഇത് വർക്കാവുന്നില്ല, ഇയാളുടെ ഇറിറ്റേഷൻ പറ്റുന്നില്ല. ഇത് തന്നെയാണ് കഴിഞ്ഞ ജാസ്മിന് ഈ പറഞ്ഞ നമ്മുടെ ജിൻഡോയുടെ കാര്യത്തിലുണ്ടായേ. ജാസ്മിൻ എങ്ങനെ പോലും അവസാനം വർക്കാവും. നമ്മളൊക്കെ പിന്നെയും ജിൻഡോനെ അഡ്ജസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തും വിടുമ്പോൾ ജാസ്മിൻ വിടാതെ തുരത്തി അടിയിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലായി. ലാസ്റ്റ് എന്തായി, സൊസൈറ്റിയുടെ മുന്നിൽ ജിൻഡോ ഒരു വലിയ മാസമായി. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അനീഷ് ഭയങ്കര മാസമാവാണ് ഇവിടെ, മനസ്സിലായില്ലേ? എന്തൊരവസ്ഥ. ഇനിയിപ്പോൾ അനീഷ് പറയുന്നു, അനീഷിൻ്റെ ഇന്നിപ്പോൾ ലൈവിൽ ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ കണ്ടാണ്, ആ ഒരു ജിത്തു ജോസഫ് കൊടുത്ത കോയിന് വേണ്ടിയിട്ട് അവിടെ പോയിരുന്നിട്ട് കൺഫെഷൻ റൂമിൻ്റെ മുന്നിലെ ക്യാമറയിൽ പോയിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ശരിക്കും ഷാനവാസ് ഇയാളെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലാണ് ഈ പറഞ്ഞ അനീഷിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. ആദ്യമൊക്കെ കുറച്ചെങ്കിലും ഒന്ന് പുറത്തുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും അറിയാൻ പറ്റില്ലല്ലോ. കാരണം ഇവിടുത്തെ പലരും ഇന്ന് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറയുന്നത് കേട്ടു, പുറത്തെ ഫാൻ ഫോളോയിങ് കണ്ടിട്ട് അതിനെ എതിർക്കായിരിക്കും. അതിലതെങ്ങനെ അറിയാൻ പറ്റുമോ അതിലേക്ക് പുറത്തെ ഫാൻ ഫോളോയിങ് അനീഷിനാണെന്നുള്ളത്? ഇപ്പോൾ ഈ പറഞ്ഞ 1-2 ആൾക്കാർ പുറത്തുനിന്ന് കയറിയപ്പോൾ കൊടുത്ത ഹിൻറ്റ് മാത്രമല്ലേ ഉള്ളൂ. അത് വെച്ചിട്ട് സ്വന്തം ആ ഒരു ലൈന് മാറ്റി, മനസ്സിലായി, അവർ പോയിരുന്ന ലൈന് മാറ്റിയിട്ട് അതിലെ ഒരു നെക്ക് ഫേസിൻ്റെ ലൈനിലേക്ക് പോകുന്നുള്ളത് എനിക്ക് അങ്ങനത്തെ റിസ്ക് അതിലെടുക്കില്ല. ഇത് റിയലി അതിലേക്കൊക്കെ ഇറിറ്റേഷൻ്റെ പീക്കിലെത്തിയിട്ട് ആ വീട്ടിലെ പലരും പറയാനും ചെയ്യാനും പഠിക്കുന്ന കാര്യങ്ങൾ അതിൽ ചെയ്യാൻ, കാരണം അതിലേക്ക് അത് എടുക്കാൻ പറ്റുന്നില്ല ഇയാളുടെ ഒരു ഇറിറ്റേഷൻ്റെ ലെവൽ, മനസ്സിലായോ? അപ്പം എന്താണെങ്കിലും ഇന്ന് ഷാനവാസും അനീഷും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ജിഷിൻ അവിടെ ഉണ്ടായിരുന്നു, കളിയാക്കാണ്, അവിടെ ഇട്ട് താങ്ങിക്കൊണ്ടിരിക്കുകയാണ് അനീഷിനെ. അപ്പോൾ ഈ കോയം പോയ കേസിൽ ഇയാളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ടേൺ ചെയ്ത് പല സാധനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അനീഷ്. കോയം കാണാനില്ല, കോയം കൊടുത്താലേ മിഠായി കിട്ടും എന്നൊക്കെ പറഞ്ഞുള്ള സാധനം. അവിടെ നിന്ന് അനീഷ് പറഞ്ഞൊരു കാര്യമുണ്ട് ഷാനവാസിനോട്, എൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് കയറുകയാണ് നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഷാനവാസെ, ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്, പൊക്കവിടുന്ന് ഒരു മനുഷ്യന്റെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്ന് കയറരുത്. ഞാനിപ്പോ ക്യാമറയോട് ഒരു കാര്യം പറയാണ്, ഞങ്ങൾക്ക് പറയണ്ടേ, എനിക്ക് ഇമോഷണൽ ആയിട്ട് വളരെ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. എനിക്കുണ്ടായിരിക്കും, നിങ്ങൾക്കത് തമാശിച്ച് നിൽക്കാനുള്ളതല്ല. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിക്കണേ വെച്ചിരുന്നത്? അവിടെ നിന്നാണ് ഷെഡ് വെച്ചത് കൂട്ടത്തിലോ, ഷെഡ് ചെയ്ത് വെച്ച കവറിലോ, നിധി പോലെ വെച്ചത്, നിധി പോലെ വെക്കുന്നത് ഷെഡുകളുടെ കൂട്ടത്തിൽ കവറിലോ വെക്കുക. ഞാനത് വെച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് വേറൊരു കവറില, മനസ്സിലായോ? നീ അത് അടിവസ്ത്രം വെക്കുന്ന സ്ഥലത്താണെന്ന് പറയരുത്. അത്ര ചീപ്പല്ല ഞാൻ, അത്രയും ഭദ്രമായിട്ടാണ് തപ്പിയത്. ഉത്തരം പറയൂ അനീഷ്, ഉത്തരം മുട്ടിപ്പോയോ? കേട്ടില്ലേ? അതായത് ഇയാള് പേഴ്സണൽ സ്പേസിലേക്ക് കയറരുത് എന്നാണ് ഇയാൾ പറയുന്നത്. പിന്നെ ഷാനവാസിനെ പൊളിച്ചു കൊടുത്തു, ഈ കോയം വെച്ച സ്ഥലവും പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. ഷെഡ് വെച്ച കവറിലാണോ കോയം വെച്ച് വെച്ചപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല, അത് അവിടുന്ന് പോയി. ഇങ്ങനെയാണ് അനീഷിനെ പൊളിക്കേണ്ടത്, മനസ്സിലായോ? അങ്ങനെ പൊളിഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് ഉത്തരം പറയാല്ലാതെ അനീഷ് പലവട്ടം ഇതേപോലെ മാറിപ്പോയിട്ടുണ്ട്. ഇതിനകത്ത് അനീഷ് പറയുന്ന ഈ പേഴ്സണൽ സ്പേസ്, കഴിഞ്ഞ ദിവസം ടാസ്കിനിടയിൽ നോറയുടെ ചെവി പോയിട്ടൊരു 10-14 വട്ടം എന്നുള്ളത് എണ്ണിയിട്ടുണ്ട് ആൾക്കാർ. ഇതേമാതിരി ഒരു പേഴ്സണൽ സ്പേസ് കയറിയുള്ള ഒരു കളി അനീഷ് കളിച്ചിട്ടുണ്ട്. കേട്ടില്ലേ? ചീപ്പ് 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 എന്ന് പറഞ്ഞിട്ട് അയാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ലിമിറ്റിലേക്ക് ഇടിച്ചു കയറിയിട്ടാണ്
അനീഷ് ചീപ്പ് എന്ന് അതായത് അനീഷ് ഇവിടേക്കാണ് അതായത് അനീഷിൻ്റെ റിയൽ ഫേസ് പൊളിയുന്നത് ഇവിടെ. ലൈക്ക് ഇങ്ങനെയാണ് ആളുകളിലേക്ക് വിസിബിൾ ആവുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഷോൻ്റെ ഒരു മെത്തേഡും പാറ്റേണും ഇങ്ങനെ ആയതുകൊണ്ട് അനീഷ് ദ ഗെയിമർ ഡെക്കറേറ്റ് ചെയ്യപ്പെടും, കയ്യടിക്കും, അല്ലെങ്കിൽ നമ്മൾ കാണുന്നൊരു പെർസ്പെക്റ്റീവ് വെച്ചിട്ട് നമ്മൾ അയാളെ ഭയങ്കരമായിട്ട് വാഴ്ത്തിപ്പാടും. പക്ഷെ ഐ ടെൽ യു വൺ തിങ്, പുറത്തിറങ്ങുന്ന ഏതൊരു കണ്ടസ്റ്റൻറ്റോടും ചോദിച്ചു കഴിഞ്ഞാൽ ആദിലോ നോറോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ ഇയാൾക്കെതിരെ പറയുന്നുണ്ടെങ്കിൽ അത് ഇറിറ്റേഷൻ സഹിക്കാൻ വയ്യായിട്ടാണെന്നുള്ളത് അവർക്ക് തുറന്ന് പറയുന്നുണ്ടാവുക. മനസ്സിലായോ? ഇത്രയും ആ ഇറിറ്റേഷൻ്റെ പീക്ക് ലെവലാണ് കഴിഞ്ഞ ബോട്ടിൽ ടാസ്കിൽ നമ്മൾ കണ്ടത്. അയാൾ ഇറിറ്റേറ്റഡ് ആയിട്ട് അയാൾക്ക് കയ്യിൽ നിന്ന് പോയൊരവസ്ഥ. പക്ഷേ വീടിനകത്ത് കുറച്ചും കൂടി അയാൾക്ക് സോർട്ടഡാണ്. അയാൾ രാവിലെ എണീക്കുന്നു, 1-2 കണ്ടന്റ് പിടിക്കുന്നു, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അടുത്ത കണ്ടന്റ് 7 മണിക്ക് അയാൾ കടന്നുറങ്ങുന്നുണ്ട്. നൈറ്റിലുള്ള ഒരു ആക്ടിവിറ്റീസ് നമ്മൾ അനീഷിനെ കണ്ടിട്ടില്ലല്ലോ. അനീഷിനൊരു ടൈമുണ്ട്, ആ ടൈമിൽ കിടന്നുറങ്ങും. അനീഷ് വേറെ കണ്ടന്റ്. ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ട് റുട്ടീൻ ഫോളോ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയിൽ അവിടുത്തെ ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്ന അനീഷാണ്. കൃത്യസമയത്ത് ഉറങ്ങുന്നു, കൃത്യസമയത്ത് നീക്കുന്നു, കറക്റ്റ് കണ്ടന്റ് കൊടുക്കുന്നു, കിടക്കുന്നു. അതിനിടയിൽ ഇറിറ്റേറ്റ് ചെയ്യാവുന്നവരെല്ലാവരും ഇറിറ്റേറ്റ് ചെയ്യും. ഈ ആദിൽ ആ ഇറിറ്റേഷനിൽ പൊട്ടിയതാണ്. മനസ്സിലായോ? ഇന്നത്തെ പൊട്ടൽ അതാണ്. അത് കണ്ട എല്ലാവർക്കും അറിയാം. അവിടെയുള്ള വീട്ടുകാർക്ക് കിടക്കാൻ ആ സംഗതി അറിയാം. ഇത്രയും ഇറിറ്റേഷൻ ചെയ്തിട്ടാണ് ആദിലൊന്ന് പൊട്ടിത്തെറിച്ചെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു പൊട്ടിത്തെറിന് മുകളിൽ ആദിലേക്ക് ഇത്രത്തോളം നെഗ് കയറേണ്ട ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. അത് ഈക്വലി ഡിവൈഡ് ചെയ്ത് പോകേണ്ട പരിപാടിയാണ്. ആദിലാണെങ്കിൽ അതിനൊരു ഓപ്പോസിറ്റ് റിയാക്ഷൻ വരാൻ കാരണം അപ്പുറത്തുനിന്ന് വന്ന റിയാക്ഷനാണ്, അനീഷിൻ്റെ ഭാഗത്ത് നിന്ന റിയാക്ഷനാണ്.